ഹായ് നമസ്കാരം. ഇപ്പം 2:30 AM. എമ്പുരാൻ എന്ന പടം കണ്ടിട്ട് തിരിച്ച് വീട്ടിലെത്തിയതാണ്. എമ്പുരാൻ എന്ന പടം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് ലൂസിഫർ എന്ന പടം. അതും എമ്പുരാനും കൂടെ കമ്പയർ ചെയ്യുമ്പം ലൂസിഫറിൻ്റെ തട്ടതാണ് തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ഒരു വൈബ് അത്ര ഇത് ഈ എമ്പുരാൻ എത്തിയിട്ടില്ല. എങ്കിലും കുഴപ്പമില്ലായിരുന്നു പടം. നമ്മൾ ലൂസിഫറിൽ എന്താണോ ഉള്ളത് അത് പ്രതീക്ഷിച്ച് പോയവർക്ക് ചെറിയൊരു നിരാശ ഉണ്ടാക്കിയെങ്കിലും ഈ പടം വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. മോഹൻലാലിൻ്റെ ഇൻട്രോയും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒരു പ്രേക്ഷകൻ എന്താണ് മോഹൻലാലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ രീതിയിൽ തന്നെ പൃഥ്വിരാജ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പടത്തിനെ പടമായിട്ട് മാത്രം കാണുന്ന ഒരു വ്യക്തിയായത് അതുകൊണ്ട് തന്നെ അതിനകത്ത് മറ്റ് നെഗറ്റീവ് വശങ്ങളോ അത്ര കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. സാധാരണ ഒരു പ്രേക്ഷകന് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകന് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ഇത്. അപ്പം ഇത് കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന ആൾക്കാർ പോയി കാണുക. എന്നിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വൈബ് കിട്ടാൻ സാധ്യതയുണ്ട്. സാധാരണ എല്ലാ പടങ്ങളും എനിക്കങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പക്ഷെങ്കിൽ ഒരു 100-ൽ 75 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണിത്.